ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കിഡ്സ് ഫ്രോക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സെറ്റിൻ്റെ വൈറ്റ് ഫാബ്രിക്കും ഈ ഒരു ബ്ലൂ ഫാബ്രിക്കും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ടൊരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു വൈറ്റ് ഫാബ്രിക്ക് ഞാനിവിടെ ഒരു 1.5 മീറ്റർ എടുത്തിട്ടുണ്ട്. ബ്ലൂ ആണെങ്കിൽ വളരെ കുറച്ച് മതി, ഒരു 1/2 മീറ്റർ മതിയാകും. അപ്പോൾ നമ്മളിവിടെ മെഷർമെൻ്റ് എല്ലാം മാർക്ക് ചെയ്ത് കൊടുത്തു. ലെങ്തും വിട്ടും മാർക്ക് ചെയ്ത ശേഷം നമുക്കിവിടെ രണ്ടായിട്ടൊന്ന് മടക്കാം. ലൈനിങ് ഫാബ്രിക്കും ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്, അതുകൊണ്ട് അത് ഈസി ആയിട്ടിരിക്കും. നെക്സ്റ്റ് നമുക്ക് കഴുത്തകലം 2 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം 2.5 ഇഞ്ച് ഷോൾഡറും മാർക്ക് ചെയ്യാം. നെക്സ്റ്റ് ഇവിടെ നമുക്ക് ആം ഹോള് 4.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. അതിന് ശേഷം ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കാം. ഇതുപോലൊന്ന് ഷേപ്പ് വരച്ചു കൊടുക്കുക. നെക്സ്റ്റ് നമുക്കിവിടെ കഴുത്തിൻ്റെ ഇറക്കം 3 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തു, അതിൻ്റെയും ഷേപ്പ് വരയ്ക്കാം. ദെൻ നമുക്കിതിൻ്റെ താഴ്ഭാഗം 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതുപോലൊന്ന് ഷേപ്പ് വരച്ചു കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ഫാബ്രിക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട് പാർട്ട് നമ്മൾ കട്ട് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് ഈ ബാക്ക് പാർട്ട് എടുത്തിട്ട് അതിൽ ഓപ്പൺ ഇടുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് ആ ഒരു സെൻറ്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെയാണ് നമ്മൾ ഇതിൻ്റെ ഓപ്പൺ ഹുക്ക് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്പൺ. അപ്പോൾ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തു. നെക്സ്റ്റ് നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് ആണ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഫ്രണ്ട് പാർട്ട് എടുക്കാം. ഫ്രണ്ട് പാർട്ട് എടുത്തിട്ട് നല്ല വശങ്ങൾ ഇതുപോലൊന്ന് വെച്ച് കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ മേൽഭാഗം ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ ഭാഗങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് ഇതുപോലൊന്ന് നല്ല വശം പുറത്തോട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പാർട്ട് റെഡിയായി. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ പുറത്തോടെ ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ദെൻ നമ്മളിവിടെ സ്കർട്ട് പാർട്ടിൻ്റെ സ്റ്റിച്ചിങ് ആണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഒരു മെഷർമെൻറ്റിൽ ലെങ്ത്തും വിഡ്ത്തും എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് 20 ഇഞ്ച് ലെങ്ത്തും 18 ഇഞ്ച് വിഡ്ത്തുമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ താഴ്ഭാഗം ഇതുപോലെ ഈ ഒരു ക്ലോത്ത് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. 5 ഇഞ്ച് വിഡ്ത്തിലാണ് ആ ഒരു ഫാബ്രിക് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം ഇതുപോലെ പ്ലീറ്റ് ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ മുന്നേ സ്റ്റിച്ച് ചെയ്ത് വെച്ച ആ ഒരു മേൽഭാഗവും, അതായത് ഫ്രണ്ട് പാർട്ടും ഈ ഒരു സ്കർട്ട് പാർട്ടും നമ്മൾ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തു. അപ്പോൾ നെക്സ്റ്റ് നമ്മളുടെ ബാക്ക് പാർട്ടും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് നമുക്കിവിടെ ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 2 വശത്തും ഷോൾഡർ ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് സ്ലീവ് സ്റ്റിച്ചിങ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ലൈനിങ് ക്ലോത്തും നമ്മുടെ ഈ ഒരു പട്ടിൻ്റെ ക്ലോത്തും നമ്മൾ എടുത്തിട്ട് നമുക്കിതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം, ലൈനിങ് പാർട്ട് അകത്തോട്ട് വെച്ചിട്ട്. അതിനുശേഷം ഇതുപോലെ 2 സ്ലീവിൻ്റെയും ഫാബ്രിക് എടുത്ത് ഇതുപോലൊന്ന് 2ആയിട്ട് മടക്കാം. നമുക്ക് ഒരുമിച്ച് തന്നെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു 4 പീസ് കിട്ടും. പീസല്ല, 2 പീസാണ്. മടക്കുമ്പോൾ 4 പാർട്ട് കിട്ടും. അതിനുശേഷം 5 ഇഞ്ച് ലെങ്ത്താണ് ഞാനിവിടെ സ്ലീവിന് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം ഈ ഒരു 2.5 ഇഞ്ച് താഴ്ത്തിയിട്ട് ഇതുപോലൊന്ന് ഷേപ്പ് വരച്ച് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്കൊന്ന് സ്ലീവിൻ്റെ പാർട്ട് കട്ട് ചെയ്തെടുക്കാം. ശേഷം സെൻറ്റർ പാർട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ ആ ഒരു അരികെ ഭാഗം ഇതുപോലൊന്ന് 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 2 സ്ലീവിൻ്റെയും അരികെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം നമ്മുടെ ഈ സ്ലീവിൻ്റെ ഫ്രണ്ട് പാർട്ടിൽ വരുന്ന ആ ഒരു ഭാഗം നമ്മളിവിടെ 1/2 ഇഞ്ച് താഴ്ത്തിയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. നെക്സ്റ്റ് നമുക്ക്
ഈ ഒരു മാർക്കിങ് ചെയ്യാം. അതായത് നമുക്ക് എത്ര മുതൽ എത്ര വരെയാണോ സ്ലീവിന് അതായത് പ്ലീറ്റ് ഇടേണ്ടത് ആ ഒരു പാർട്ട് വരെ നമുക്കതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈസി ആയിരിക്കും. ദെൻ നമുക്ക് ഇതുപോലൊന്ന് ഈസി ആയിട്ട് പ്ലീറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. പഫിൻ്റെ പ്ലീറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ആദ്യം മേൽഭാഗം നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തതനുസരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും താഴ്ഭാഗവും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. രണ്ട് സ്ലീവും നമുക്ക് ഇതുപോലെ പഫ് സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്ലീവ് ഇല്ലാതെ വേണമെങ്കിൽ നമുക്ക് ഈ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ സ്ലീവ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിട്ടിരിക്കും, പ്രത്യേകിച്ച് പഫ് സ്ലീവ് ആണെങ്കിൽ. അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയി. അപ്പോൾ നമുക്ക് ഇങ്ങനെ സ്ലീവ് കിട്ടും. നെക്സ്റ്റ് നമുക്ക് ഈ സ്ലീവ് നമ്മുടെ ഫ്രോക്കിൽ അറ്റാച്ച് ചെയ്തൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്ലീവ് സ്റ്റിച്ചിങ് കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് ഈ നല്ല വശങ്ങൾ ഇതുപോലെ ഒന്ന് വച്ചിട്ട് രണ്ട് വശവും ഷേപ്പ് സ്റ്റിച്ച് ചെയ്യാം. അതിന് മുമ്പായിട്ട് ഈ ഒരു ടെയിൽ ഇതിലൊന്ന് വെച്ച് പിടിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഷേപ്പിനനുസരിച്ചിട്ട് ടൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഷേപ്പും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു സെൻറ്ററിൽ വയ്ക്കാനായിട്ട് ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഫാബ്രിക് എടുത്തിട്ട് നമുക്ക് ഇതുപോലൊന്ന് ഫ്ലവർ മേക്ക് ചെയ്ത് കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് ആ ഫ്രോക്കിൻ്റെ സെൻറ്ററിലൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഫ്ലവറും ഇതിലൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രോക്ക് കംപ്ലീറ്റ് ആയി. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്